السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل والصحابة أجمعين. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا حبيب الله. الحمد لله ثم الحمد لله ثم الحمد لله. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അയ്യുഹൽ വലദിൻ്റെ ദർസ് ഏകദേശം കഴിയാറായി. ഇത്രയും ചെറിയ രൂപത്തിലെങ്കിലും ഓതാൻ തൗഫീഖ് തന്ന അള്ളാഹുവിനെ ധാരാളം നമ്മൾ സ്തുതിക്കണം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. 47-ാമത്തെ ദർസാണ്. അല്ലാഹു തആല വലിയ ബറക്കത്ത് നമ്മുടെ പഠിതാക്കൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. സയ്യിദി ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അവിടുന്ന് പറയുന്ന കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടെയാണ് നമ്മൾ വീക്ഷിക്കുന്നത്. وأما الأربعة التي ينبغي لك أن تفعلها. നീ ചെയ്യേണ്ട 4 കാര്യങ്ങളുണ്ട്. ഒഴിവാക്കേണ്ട കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇനി നമ്മൾ ചെയ്യേണ്ട 4 കാര്യങ്ങൾ. അൽ അവ്വലു, ഒന്നാമത്തെ കാര്യം, അൻ തജ്അല മുആമലതക മഅല്ലാഹി തആല. അല്ലാഹുവിനോട് കൂടെയുള്ള നിന്റെ ഇടപാടുകളെ നീ ആക്കുക. ബിഹൈസു, ഒരു നിലക്ക്, ലൗ ആമലക ബിഹാ അബ്ദുക, ലൗ ആമലക ബിഹാ, ആ ഇടപാടുകൾ നിന്നോട് ചെയ്യാൻ പറഞ്ഞാൽ, അബ്ദുക, നിന്റെ അടിമ നിന്നോട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ, തർളാ ബിഹാ മിൻഹു, അവന് പറഞ്ഞതാച്ചിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് തൃപ്തിയാണ്. വലാ യളീഖു ഖാതിറുക അലൈഹി, നിന്റെ ഹൃദയം, ഖാതിർ എന്ന് പറഞ്ഞാൽ ഹൃദയം, ഖൽബ് എന്നാണ്. ഹൃദയം അതിൻ്റെ പേരിൽ ഗുഡ്സാകൂല. വലാ തഗ്ളിബു, നീ ദേഷ്യം പിടിക്കുകയും ഇല്ല. നമ്മളൊരു അടിമ, ആ അടിമ നമ്മളോടൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓനാരാ എന്നോട് പറയാൻ? ഞാൻ ഓൻ്റെ ഉടമയല്ലേ, ഞാൻ ഓൻ്റെ സയ്യിദല്ലേ, ഞാൻ അവൻ്റെ യജമാനനല്ലേ എന്ന് സ്വാഭാവികമായും വരാൻ പറ്റുന്ന ഒരു രൂപമാണല്ലോ. ആരെന്നോട് ഓൻ കൽപ്പിക്കാൻ, ഓൻ ആരാ എന്നൊക്കെ പറയല്ലോ. ആ നിലക്ക് അള്ളാഹുവിനോടുള്ള നിന്റെ മുആമലത്തുകൾ, നിന്റെ ഇടപാടുകൾ ആക്കുക. ഒരടിമ പറഞ്ഞതുപോലും ചെയ്യാൻ എനിക്ക് മടിയോ ദേഷ്യമോ അതുകൊണ്ടൊരു മനസ്സിന് വിങ്ങലോ ഒന്നും അനുഭവപ്പെടുന്നില്ലെങ്കിൽ, അള്ളാഹു പറഞ്ഞത് എന്തായാലും നിനക്ക് അനുഭവപ്പെടാൻ പാടില്ലല്ലോ. അതിലേക്കാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നത്. കണ്ടോ നിങ്ങൾ, ഒരു അടിമ പറഞ്ഞിട്ട് നമുക്ക് പലതും പ്രശ്നം ഉണ്ടാകണില്ല. പിന്നെ എങ്ങനെ അള്ളാഹു പറഞ്ഞത് നമുക്ക് പ്രശ്നം ഉണ്ടാകുക?
വമാ ലാ തർളാ ലിനഫ്സിക, നിന്റെ ശരീരത്തിന് നീ തൃപ്തിപ്പെടാത്തത്, മിൻ അബ്ദിക്കൽ മജാസി, യഥാർത്ഥമല്ലാത്ത ഒരു യാഥാർത്ഥ്യമല്ലാത്ത നിന്റെ അബ്ദ്, നിന്റെ അടിമയിൽ നിന്ന് നിനക്ക് തൃപ്തിപ്പെടാൻ കഴിയാത്തത്, ലാ തർളാ ലില്ലാഹി തആല, പിന്നെങ്ങനെ അള്ളാഹുവിന് വേണ്ടി നീ തൃപ്തിപ്പെടുക? വഹുവ സയ്യിദുക്കൽ ഹഖീഖിയ്യു, അവൻ നിന്റെ യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥനാണല്ലോ. അതുകൊണ്ട് നീ ചെയ്യേണ്ടത് അള്ളാഹുവിനോടുള്ള ഇടപാടുകൾ കൃത്യമാക്കുക, അള്ളാഹുവിനോടുള്ള ഇടപാടുകൾ കൃത്യമാക്കുക, അതിൽ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. അതാണ് ഗസാലി ഇമാം പറഞ്ഞു തരുന്നത്. അള്ളാഹുവിനോടുള്ള ബന്ധങ്ങൾ, ആ ബന്ധങ്ങൾ മുറിച്ചു കളയാനുള്ളതല്ല, അത് നന്നായി നട്ടു വളർത്താനുള്ളതാണ്. നിന്റെ ഒരു അടിമ നിന്നോട് പറഞ്ഞാൽ പോലും പ്രശ്നമില്ലാത്ത രൂപത്തിൽ അള്ളാഹുവിനോടുള്ള ഇടപാടുകൾ ആക്കണമെന്ന് പറയുമ്പോൾ, അടിമയുടേതുപോലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മുടേത് എത്ര ശ്രദ്ധിക്കും? ആ ഭാഗങ്ങളിലേക്കൊക്കെ ഇതിനെ കൊണ്ടുപോകാം. ഇനി രണ്ടാമത്തെ വസ്താനി കുല്ലുമാ ആമൽത ബിന്നാസ്, അള്ളാഹുവുമായുള്ള ഇടപാടിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത്. വസ്താനി കുല്ലുമാ ആമൽത ബിന്നാസ്, ജനങ്ങളുമായി നീ ഇടപഴകുമ്പോൾ ഇജ്അൽ കമാ തർളാ ലിനഫ്സിക മിൻഹും, അവരെ കൂട്ടത്തിൽ നിന്ന് നിന്റെ ശരീരത്തിന് എന്തൊക്കെയാണോ തൃപ്തിപ്പെടുന്നത് അത് നീ തെരഞ്ഞെടുത്തോ. ലിഅന്നഹു ലാ യക്മുലു ഈമാനു അബ്ദിൻ, കാരണം എന്താണെന്നറിയോ? ഒരു അടിമയുടെ ഈമാന് സമ്പൂർണമാവുകയില്ല. ഹത്താ യുഹിബ്ബ ലിസാഇരിൻ നാസി മാ യുഹിബ്ബു ലിനഫ്സിഹി, സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടാതെ ഒരാളും മുഅ്മിനാവുകയില്ല എന്ന് ഹദീസിൽ നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിന്നോട് പറയാനുള്ളത്, നമ്മളോടൊക്കെ ഇമാം ഗസാലി തങ്ങൾക്ക് പറയാനുള്ളത്, നിന്റെ ശരീരത്തിന് ഏതാണോ നിന്റെ ആരോഗ്യസ്ഥിതിക്കൊക്കെ നല്ലത് അത് പൊരുത്തപ്പെടുക, അത് മറ്റുള്ളവർക്കും അത് ലഭിക്കണമെന്ന് അത്യധികം ആഗ്രഹിക്കുക. ഇതൊക്കെയാണ് നിന്നോട് ചെയ്യാനായി പറയാനുള്ളത്. ഒന്നാമത് പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ എന്താണ്? ഒന്ന്, അള്ളാഹുവിനോടുള്ള ഇടപാടുകൾ അത് സുതാര്യമാകണം, അത് കൃത്യമാകണം, അത് സമയദൈർഘ്യം കൊണ്ട് നഷ്ടപ്പെടാൻ പാടില്ല. ഒരു നിസ്കാരവും ഖളായിലേക്ക് പോകാൻ പാടില്ല. കാരണം അത് അള്ളാഹുവുമായുള്ള വലിയ മുആമലത്താകുന്നു. ആ ഭാഗം ശ്രദ്ധിക്കണമെന്നാണ് 4 കാര്യങ്ങളിൽ ഒന്ന് പറഞ്ഞത്. എന്നിട്ട് അതിൻ്റെ ഉദാഹരണങ്ങളും പറഞ്ഞു. ഒരു കുട്ടി വന്ന് ഒരു അടിമ വന്നിട്ട് നമ്മളോട് കൽപ്പിച്ചാൽ പോലും നമ്മൾ ദേഷ്യപ്പെടരുത് എന്നാണല്ലോ പറഞ്ഞത്. പിന്നെ എങ്ങനെ അള്ളാഹു ആകുന്ന സയ്യിദ്, എല്ലാവരുടെയും ഉടമസ്ഥനായ അള്ളാഹു പറഞ്ഞാൽ നമുക്ക് വേദനയായി പോകുന്നത്? അതുണ്ടാവുകയില്ല. അതുകൊണ്ട് ഒന്നാമത്തെ വിഷയം, ഒന്നാമത് ജനങ്ങളോടുള്ള സമ്പർക്കങ്ങളും അത് കഴിഞ്ഞ് അള്ളാഹുവിനോടുള്ള സമ്പർക്കവും, ആ വലിയ സമ്പർക്കം, ആ വലിയ ബോധം അള്ളാഹുവുമായിട്ടുള്ള ഇടപാടുകളിലൊക്കെ നമുക്കുണ്ടായാൽ അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾക്ക് ഈമാനിൻ്റെ വെളിച്ചം ലഭിക്കാൻ അത് കാരണമാകും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെ ശരീരത്തിന് മറ്റൊരാൾക്ക് എന്താണോ ഇഷ്ടം
അതാണ് ഹത്താ യുഹിബ്ബു ലിസാഇരിൻ നാസി മാ യുഹിബ്ബു ലിനഫ്സിഹി. സ്വന്തം ശരീരത്തിന് എന്താണോ ഇഷ്ടമുള്ളത് അത് മറ്റുള്ളവർക്കും നാം ഇഷ്ടപ്പെടാതെ ഒരു സമ്പൂർണ്ണ മുഅ്മിനാവുകയില്ല എന്നാണ് ഹദീസിൽ വളരെ കൃത്യമായി ബഹുമാനപ്പെട്ടവർ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെയും നന്നായി ദുആ ചെയ്യുക. നമ്മളെല്ലാവരും ദർസുകളിൽ സജീവമാവുക. ഏത് ചെറിയതും വലുതുമായ എല്ലാ ദുആകളിലും നിങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും സർവദോഷങ്ങളും പുറത്തു തരുമാറാകട്ടെ. എല്ലാ രോഗങ്ങളും അള്ളാഹു നമുക്കെല്ലാവർക്കും ശിഫാ നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ ഫാത്തു മുസീബാത്തിൽ നിന്ന് സാധുക്കളായ നമ്മെ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.